ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം നമുക്ക് വീണ്ടും ദൈവം ഒരുമിച്ച് നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യൂദായുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. യൂദായുടെ പുസ്തകം യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയം ഗർഭം ധരിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം മറിയയ്ക്കും യോസഫിനും ജനിച്ച മക്കളിൽ 2 പേരാണ് ഈ യേശുവിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. യാക്കോബും യൂദയും അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഹാഫ് ബ്രദേഴ്സ് എന്നുള്ള ആ നിലവാരത്തിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ യോസെഫിനും മറിയയ്ക്കും ലഭിച്ച പുത്രന്മാരായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാളാണല്ലോ യൂദ. യാക്കോബാണെങ്കിൽ ആദ്യകാല സഭയുടെ നേതാക്കന്മാരിൽ ഒരുവനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി നമുക്കത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുവല്ലോ. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നമുക്ക് എത്ര വലിയൊരു ഭാഗ്യ പദവിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇവിടെ ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുത പദവി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൽ നാം സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മെ സ്നേഹിക്കുവാൻ ഒരു വ്യക്തിയില്ലെങ്കിലും, ഈ ലോകത്തിലെ എല്ലാവരും നമ്മിൽ നിന്നും മാറി നിന്നാലും നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ഒരു പിതാവ്, സ്വർഗീയ പിതാവ്, ആ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുപോലെ യേശുക്രിസ്തുവിനായി നാം സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തുവും നാമുമായുള്ള ബന്ധം, ആ വരനും വധുവുമായിട്ടുള്ള ബന്ധം, അതുപോലൊരു ബന്ധത്തിലാണല്ലോ ക്രിസ്തു യേശു നമ്മുടെ ആത്മമണവാളനും ആത്മമണവാട്ടിയുമായുള്ള ബന്ധം. ആത്മമണവാളനായി യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതായ ആ സഭയുള്ള നാം ഓരോരുത്തരും, അല്ലെങ്കിൽ മണവാട്ടികളായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തു പിതാവിനാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിന് വേണ്ടി മണവാട്ടികളായി ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മണവാട്ടി പദവിയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതുകൊണ്ട് ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ പിതാവ് നമ്മെ ആഴമായി സ്നേഹിക്കുന്നു. അതുപോലെ യേശുക്രിസ്തുവിനായി നാം സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, സൂക്ഷിക്കപ്പെട്ടവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു? ക്രിസ്തു യേശുവിൻ്റെ മണവാട്ടികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരം വളരെ സൂക്ഷ്മതയോടെ, അതുപോലെ 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ആത്മമണവാട്ടികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം പറയുന്നു കരുണ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു നമ്മോട് കാണിച്ച കരുണ, അത് നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോകുന്ന അനേക ആത്മാക്കൾ നമ്മുടെ ചുറ്റുപാടും യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവർ, വചനം അറിയാത്തവർ, സത്യമറിയാത്ത അനേകരുടെ മധ്യത്തിൽ അനേകരോട് കരുണ കാണിക്കുവാൻ വേണം ഈ അന്ത്യകാലത്ത് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അതുപോലെ സമാധാനം, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി സമാധാനദായകനായിരിക്കുന്ന യേശുക്രിസ്തു, സമാധാനം നൽകുവാൻ കഴിവുള്ളവനായ യേശുക്രിസ്തു. കാരണം ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നു, ലോകം സമാധാനമില്ലാതിരിക്കുന്ന സമയത്ത് യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കരുണ, ക്രിസ്തുവേശുവിൻ്റെ കരുണ നശിച്ചു പോകുന്ന, ക്രിസ്തുവിനെ അറിയാത്ത, വചനമറിയാത്ത അനേകരോട് കരുണ ചെയ്യുവാനും, അതുപോലെ സമാധാന പ്രഭുവായിരിക്കുന്ന യേശു നമ്മുടെ അകത്ത് വസിക്കുന്നതുകൊണ്ട് നമ്മുടെ സമാധാനം വർദ്ധിക്കുവാനും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ക്രിസ്തു സ്നേഹമാണ്. ഈ ലോകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധ്യമല്ലാത്ത ദിവ്യ സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് സ്വന്തം രക്തം നമുക്ക് വേണ്ടി ചിന്തി തന്നു. നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തെ വഹിച്ചുകൊണ്ട്, നമ്മുടെ ശാപങ്ങളെ വഹിച്ച് നമുക്ക് വേണ്ടി യേശുക്രിസ്തു എല്ലാമായി തീർന്ന ആ സ്നേഹം വർദ്ധിക്കുവാൻ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനായി ദൈവം വെച്ചിരിക്കുന്നതായി 3
3 കാര്യങ്ങൾ: 1 കരുണ, 2 സമാധാനം, 3 നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്കയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് എഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഇവിടെ വളരെ വ്യക്തമായ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മിൽ അക്കരുണയും ദൈവത്തിൻ്റെ അക്കരുണയും അതുപോലെ ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹവും വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ യൂദ ഈ പുസ്തകം എഴുതുമ്പോൾ യാക്കോബിൻ്റെ സഹോദരനായ യൂദ യേശുക്രിസ്തുവിൻ്റെ അതേ ഭവനത്തിൽ അല്ലെങ്കിൽ യോസെഫിൻ്റെ മറിയുടെയും പുത്രനായി ജനിക്കപ്പെട്ട ഈ യൂദ ഈ വചനം എഴുതുമ്പോൾ നമ്മോട് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അതെന്താണ്? നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്, എല്ലാവർക്കും പൊതുവിലുള്ളതാണ് രക്ഷ എന്ന് പറയുന്നത്. അതാർക്കും ദൈവം മാറ്റിവെച്ചിട്ടില്ല. ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിക്കും, ഈ ലോകത്തിൽ എത്ര വ്യക്തികൾ ജനിച്ചു വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ജനിച്ചിട്ടുണ്ടോ, ജനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജനിക്കുവാനുള്ള യേശുവിൻ്റെ വരവ് നമുക്കറിയാം. നമുക്ക് ദൈവം പൊതുവിലായിട്ട് വെച്ചിട്ടുള്ള ഒരു രക്ഷയാണ് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള രക്ഷയെന്ന് പറയുന്നത്. ആരെല്ലാം ഈ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുന്നുവോ, യേശുവിലൂടെ അല്ലാതെ നമുക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമം ഈ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ സ്വർഗത്തിന് കീഴിൽ നൽകപ്പെട്ടിട്ടില്ല. ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ സകല പ്രയത്നവും ചെയ്ത്, അല്ലെങ്കിൽ വലിയൊരു കഠിനാധ്വാനം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രയത്നമാണ് രക്ഷയെക്കുറിച്ച് എഴുതുവാൻ തക്കവണ്ണം യൂദ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സകല പ്രയത്നമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്ര വലുതാണ് രക്ഷ. അങ്ങനെയെങ്കിൽ ഈ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? കാരണം ഈ രക്ഷ ദൈവം സകല മനുഷ്യർക്കും വേണ്ടി വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രക്ഷയെ ഒഴിഞ്ഞ് നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി, നമുക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പോരാട്ടമാണ്. നമുക്കറിയാം, ഒരു ബാറ്റിൽ ഗ്രൗണ്ട് പോലെ, ഒരു യുദ്ധക്കളം പോലെ നാം പോരാടേണ്ടുന്ന ഒരു വിഷയമാണ് വിശ്വാസം എന്നുള്ളത്. അതിന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ സർവായുധ വർഗത്തിലൊന്നാണല്ലോ വിശ്വാസം. അതുപോലെ ആ വിശ്വാസത്താലാണ് നാം പിശാചിൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പോരാട്ടം, വിശ്വാസത്തിൽ നമുക്ക് എന്താ ഉള്ളത്? വിശ്വാസത്തിന് വേണ്ടിയാണ് നാം പോരാടേണ്ടുന്നത്. പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന, മങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ വിശ്വാസം തകർന്നു പോകുന്ന, വിശ്വാസത്തെ തളർത്തിക്കെടുത്തുന്ന പല സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ തക്കവണ്ണം യൂദ ഇവിടെ ജനത്തെ പ്രബോധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസം കൂടാതെ. കാരണം എബ്രായ ലേഖനം 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുപോലെ യൂദ ലേഖനത്തെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസം വളരെ വിലപ്പെട്ടതാണ്. അതിൻ്റെ വില വളരെയാണ്. നാം വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ വില വളരെ ഏറിയതാണ്. പല പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് എപ്പോഴും ഇതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവിടെ പല കാര്യങ്ങൾ യൂദ പറയുമ്പോൾ ഒന്ന് പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ. നമുക്കറിയാം, നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന വലിയൊരു അർഹതയാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. എന്നാൽ ആ കൃപയെ എങ്ങനെയാണ്, ആ കൃപ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ കൃപയെ നിഷേധിക്കുന്നത് എങ്ങനെയാണ് ജനം? അത് നിഷേധിക്കുന്നത് ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി. ദൈവം നൽകിയിരിക്കുന്ന കൃപയെ അത് നിഷേധിക്കുന്നു. അത് ദൈവത്തോടത്
വേണ്ടെന്ന് വെക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കാതിരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം ദൈവത്തിന് ബലിയായിട്ട് അർപ്പിക്കണം, അല്ലെങ്കിൽ യാഗമായി അർപ്പിക്കണം. ആ യാഗമായി അർപ്പിക്കാത്തത് മൂലം ശാരീരികമായ അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ ശരീരത്താൽ പാപം ചെയ്യുന്ന അവസ്ഥ, ആത്മീകരല്ല, മനുഷ്യ ശാരീരികരായി ജീവിക്കുന്ന അനേകർ എന്തു ചെയ്യുന്നു? കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശരീരം കൊണ്ട് ദുഷ്കാമ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്താണ് കാരണമാക്കി തീർക്കുന്നത്? നാം ശരീരം കൊണ്ട്, ഈ ശരീരത്തെ നാം ക്രിസ്തുവിൻ്റെ യാഗമാക്കി തീർക്കാത്തത് മുഖാന്തരം ഈ ശരീരം മൂലം ഏകനാഥനും അതുപോലെ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നാം നിഷേധിക്കുന്നു. ഈ ശരീരത്തെ അതുകൊണ്ടാണ് ദൈവത്തിന് അധീനപ്പെടുത്തി ശരീരത്തിലൂടെ നാം ആത്മീകരായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ആത്മീകരല്ല എങ്കിൽ, നാം ദൈവത്തെ നിഷേധിക്കുന്നവരെങ്കിൽ നാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഏകനാഥനായ ക്രിസ്തുവേശുവിനെ ദുഷ്കാമ പ്രവൃത്തിയിലൂടെ നാം ക്രിസ്തുവേശുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യരെ തീരുവാനിടയെ തീരും. അങ്ങനെയുള്ള ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു എന്ന് യൂദ ഇവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ള പല മനുഷ്യർ യേശു ക്രിസ്തുവിൻ്റെ കൃപയെ നിഷേധിച്ചുകൊണ്ട് ദുഷ്കാമ പ്രവൃത്തിക്കായി ദൈവജനത്തിൻ്റെ മധ്യത്തിൽ, ദൈവജനത്തിൻ്റെ ഇടയിൽ ദുഷ്കാമ പ്രവൃത്തിയുമായി നുഴഞ്ഞു വരുന്ന അനേകരുണ്ട്. ദൈവത്തിൻ്റെ കൃപയെ നിഷേധിക്കുന്ന അനേകർ എന്ന് വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള ശിക്ഷാവിധി എഴുതിയിട്ടുണ്ട്. കാരണം നാം ദൈവം നൽകിയിരിക്കുന്ന രക്ഷയെ നിഷേധിക്കുന്നുവെങ്കിൽ, എങ്ങനെയാണ് നിഷേധിക്കുന്നത്? ശരീരത്തിൻ്റെ പ്രവൃത്തി കൊണ്ട്, ശരീരത്തിലെ കാമപ്രവൃത്തികൾ കൊണ്ട്, ശരീരത്തിൻ്റെ കാമം നമുക്കറിയാൻ സാധിക്കുന്നു. ഇവിടെ കഴിയുന്ന ദുഷ്കാമങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയെ നാം നിഷേധിക്കുന്നുവെങ്കിൽ അതിലിവിടെ പറയുന്നു, നാം ശിക്ഷാവിധിക്ക് ഇടയായിത്തീരും. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. നോക്കൂ, ഇവിടെ യൂദ വളരെ ഹൃദ്യമായി ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം, എങ്കിലും നിങ്ങളെ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, എല്ലാം അറിയാം എന്നാലും വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ഇച്ഛിക്കുന്നു. അതെന്താണ്? കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചു. ദൈവം രക്ഷിച്ചു കൊണ്ടുവന്നു മിസ്രയീം ദേശത്ത് നിന്ന്. 430 വർഷത്തെ വലിയ പീഡനം, അല്ലെങ്കിൽ അവരെ കരച്ചിൽ, അവരെ നിലവിളി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുവാൻ, ആര് രക്ഷിക്കുമെന്ന് വിചാരിച്ചവർ ദൈവത്തോട് നിലവിളിക്കുന്ന സമയത്തിൽ ദൈവം 400 വർഷം കൊണ്ട് അവരെ പുറത്തിറക്കണം. എന്നാൽ മോശ തയ്യാറാകാത്തത് കൊണ്ട് ജനത്തിൻ്റെ രക്ഷയ്ക്കായി പിന്നെയും 30 വർഷം മോശയുടെ ആ തയ്യാറെടുപ്പിന് വേണ്ടി ദൈവത്തിന് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 430 വർഷത്തിന് ശേഷം ജനത്തിൻ്റെ കണ്ണുനീർ മാറ്റുവാൻ തക്കണം അവരെ മിസ്രയീമിൽ നിന്നും ദൈവം രക്ഷിച്ചിട്ടും എന്താണ് സംഭവിച്ചത്? വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആ ജനത്തെ ദൈവം രക്ഷിക്കുക. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും. ഒരിക്കലും അർഹിക്കാത്ത സ്ഥാനത്താണ് ദൈവം അവരെ കൊണ്ടുവരുന്നത്. എന്നാൽ ദൈവം കൊണ്ടുവന്ന ശേഷം, ജനം കൊണ്ടുവരുമ്പോഴും ജനം എന്താ പറയുക? അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുമോ? പക്ഷെ പാറയോട് കൽപ്പിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ടു. സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ഭക്ഷണം ലഭിക്കുമോ? പക്ഷെ അവർക്ക് വിശന്നപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗദൂതന്മാർ കഴിക്കുന്ന മന്ന അവർക്ക് ദൈവം കൊടുക്കുവാനിടയെ തീർന്നു. എന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ചെങ്കടലിൻ്റെ മുമ്പിലെത്തി ചെങ്കടൽ പിളർക്കപ്പെടുമോ? പുറകിൽ ഫറവോൻ്റെ സേനയുണ്ട്, മുമ്പിൽ ചെങ്കടലുണ്ട്. എങ്ങോട്ടും പോകാൻ സാധ്യമല്ലാത്ത നിലവാരത്തിൽ മോശെ മുട്ടുമടക്കി കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുൻപിൽ ചെങ്കടൽ പിളർന്നു. അവരെ പുറകിലായി അവരെ പിന്തുടർന്ന ശത്രു സൈന്യമായ മിസ്രയീം സൈന്യത്തെ മുഴുവനുമായും ആ ചെങ്കടൽ വിഴുങ്ങിക്കളയുവാനിടയെത്തുന്നു. എന്നിട്ടും വിശ്വസിക്കാത്തവരെ ദൈവം എന്ന പിന്നത്തേതിൽ നശിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. നാം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ
വലുതാണ്. ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കുവാൻ സാധ്യമല്ലാതെ വണ്ണം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ മറന്നു കളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മറന്നു പോയിരിക്കുന്നു എങ്ങനെ ദൈവം നമ്മെ കൊണ്ടുവന്നു. നാം ഒരുപക്ഷെ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്, ദൈവം എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നമ്മെ കൊണ്ടുവരുന്നത്. അങ്ങനെ ദൈവം നമ്മെ വരുന്നത് നാം മറന്നു കളയുന്നുവെങ്കിൽ, നാം വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ, പിന്നത്തേതിൽ ദൈവം നമ്മെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിത്യമായ നാശത്തെയാണ് കാണിക്കുന്നത്. ഒരു നരകത്തിൻ്റെ യാതന, അല്ലെങ്കിൽ നിത്യമായ നരകത്തിൽ കടന്നു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലക്കിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു, നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, സ്വന്തം വാഴ്ച ദൈവം കൊടുത്തിരിക്കുകയാണ് സ്വർഗീയദൂതന്മാർക്ക്. ആ വാഴ്ചയെ കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുവാൻ ദൂതന്മാരോട് ദൈവം സംസാരിച്ചിരിക്കുന്നു. അതുപോലെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പക്ഷേ ദൂതന്മാർക്ക് ഒരു പ്രാവശ്യം അവർ തെറ്റ് ചെയ്താൽ അവർക്ക് പിന്നീട് അനുദപിക്കുവാൻ, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുവാൻ, അല്ലെങ്കിൽ അവർക്ക് പശ്ചാത്തപിക്കുവാനുള്ള അവസരമില്ല. എന്നാൽ ദൈവജനത്തിന്, അല്ലെങ്കിൽ ലോകത്തുള്ള സകല ജനത്തിനും അവർ ചെയ്ത തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിന്നെയും ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരമുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്ത ഈ ദൂതന്മാർക്ക് എന്താണ് സംഭവിച്ചത്? വാസസ്ഥലം അവർ വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി, വിധിക്കായി എന്നേക്കുമായി ചങ്ങലക്കിട്ട് അന്ധകാരത്തിൽ, നമുക്ക് കാണാൻ സാധിക്കുന്നു, അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം അവർ ചെയ്ത പാപം കൊണ്ട് അന്ധകാരത്തിൻ കീഴിൽ ചങ്ങലക്കിട്ട് ദൂതന്മാരെ ദൈവം സൂക്ഷിച്ചപ്പോൾ ദൈവം നമ്മോട്, ജനത്തോട് ചെയ്യുന്നതായ വലിയ ഒരു മഹാകരുണയാണ്. നാം എത്ര പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടും, എത്ര പ്രാവശ്യം പിന്മാറിപ്പോയിട്ടും, എത്ര പ്രാവശ്യം ദൈവത്തെ നിഷേധിച്ചിട്ടും, എത്ര പ്രാവശ്യം എന്തെല്ലാം ചെയ്തിട്ടും ദൈവം നമ്മോട് ചെയ്യുന്ന കരുണ എത്ര വലുതാണ്. എന്നിട്ടും ആ കരുണയെ, ദൈവത്തിൻ്റെ കരുണയെ, മഹാദയയെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നാം തള്ളിക്കളയുന്നുവെങ്കിൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ ചെറിയ തെറ്റുകൾ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിഷ്കളങ്കരും നീതിമാന്മാരുമായി ദൈവം മുൻപാകെ വിശുദ്ധരായി, വിശ്വസ്തരായി, നിർമ്മലരായി നമ്മുടെ ഓരോ സ്റ്റെപ്പും ദൈവം മുഖത്തേക്ക് നോക്കിക്കൊണ്ടും ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പും ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു വ്യക്തമായിട്ടും. അതുപോലെ സോദോം ഗൊമോറ നമുക്കറിയാം, അതിന് ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു. ആചരിച്ച ദുർനടപ്പ് എന്തായാലും നമുക്കറിയാം, അന്യജഡം മോഹിച്ച് നടന്നതിനാൽ അവർ അന്യജഡം മോഹിച്ചു. അതാണ് അതിന് ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലോത്തിൻ്റെ ഭവനത്തിൽ ദൈവദൂതന്മാർ കടന്നു വന്നപ്പോൾ ആ നാട്ടുകാരെല്ലാം ഇളകി, അവരെല്ലാം കൂടി ആ പുരുഷന്മാരെ പുറത്തു വിടുവിനെന്ന് പറഞ്ഞ് അവരെ അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന സോദോം ഗൊമോറയുടെ അവിടെ പാപം നിറഞ്ഞിരുന്നു. അവിടെ ഒരു സ്ഥാനമില്ല, ദൈവത്തിൻ്റെ ന്യായവിധിക്കല്ലാതെ വേറൊരു സ്ഥാനമില്ല. അതിനാൽ അവിടെ മൊത്തമായി പാപം നിറഞ്ഞിരുന്നത് കൊണ്ടാണ് ലോത്തിനെ വിളിച്ചുകൊണ്ട് വരുവാൻ, ആ കുടുംബത്തെ വിളിച്ചുകൊണ്ട് വരുവാൻ ദൈവം ദൂതന്മാരെ അയക്കുന്നു. എന്നാൽ ആ ദൈവദൂതന്മാർ കടന്നു ചെന്നപ്പോൾ അവർക്കെതിരായി പോലും ആ ജനം ഇളകി വന്ന് ആ ജനം ആ ദൈവദൂതന്മാരെ വിട്ടുതരുവാൻ പറയുമ്പോൾ ലോത്ത് പറയുകയാണ്, ആരും തൊടാത്ത കന്യകമാർ എനിക്കുണ്ട്, അവരെ തരാമെന്ന് പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്ന സോദോം ഗൊമോറയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും എത്രത്തോളം അന്യജഡം ആഗ്രഹിച്ച് സ്വന്തം കുടുംബത്തെ വിട്ടുകളഞ്ഞ്, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ അതുപോലെ വിട്ടുകളഞ്ഞും അന്യജഡം മോഹിച്ച് ഓടുന്ന അനേകരെയും കാണുവാൻ സാധിക്കും. അതുപോലെ വളരെ മോശകരമായ കാമാർത്ഥികളിൽ ജീവിക്കുന്ന അനേകരെയും കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിനെ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിന്
യാഗമായി തീർക്കുവാൻ തക്കവണ്ണം ഈ ശരീരം കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്ന അവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ തന്നെ ഇവരും ഇന്നും ലോകത്തുള്ള അനേകർ സ്വപ്ന അവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും, സ്വപ്ന അവസ്ഥയിൽ നാം ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിലല്ലാതെ സ്വപ്നത്തിലായി ജീവിക്കുന്നവർ, ജഡത്തെ മലിനമാക്കുന്നവർ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. എന്നാൽ ആ ശരീരത്തെ, ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ശരീരം, ഈ ജഡത്തെ നാം മലിനമാക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? കർത്തൃത്വത്തെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ക്രിസ്തു യേശുവിൻ്റെ കർത്തൃത്വത്തെ നാം തുച്ഛീകരിക്കുകയും, നാം എന്താണ് ചെയ്യുന്നത്? നാം ശരീരത്തെ മലിനമാക്കുന്നതോടൊപ്പം തന്നെ ഈ ക്രിസ്തു യേശുവിൻ്റെ കർത്തൃത്വത്തെ നാം തുച്ഛീകരിക്കുന്നു. അതുപോലെ മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ദൈവിക മഹിമകളെ നാം ദുഷിക്കുകയും അതുപോലെ ക്രിസ്തു യേശുവിൻ്റെ കർത്തൃത്വത്തെ നാം തുച്ഛീകരിക്കുന്നതും എങ്ങനെയാണ്? നമ്മുടെ ജഡത്തെ മലിനമാക്കുന്നതിലൂടെ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായി ഈ ശരീരത്തെ മലിനമാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചിന്തയിലാണെങ്കിലും, നമ്മുടെ നോട്ടത്തിലാണെങ്കിലും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണെങ്കിലും, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ കൊണ്ടാണെങ്കിലും, എന്തിലൂടെയാണെങ്കിലും, നമ്മുടെ ഓരോ നടപ്പിലും നാം ക്രിസ്തുവിനെ മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, മീഖായേൽ പ്രധാന ദൂതൻ നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ മധ്യത്തിൽ നാം വളരെയധികം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ പോര് 21 ദിവസം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തെ ദിവസമേ ദൈവം മറുപടി കൊടുത്തു. എന്നാൽ 21 ദിവസം അതിനെ തടുത്ത് നിർത്തിയ പ്രാർത്ഥനയുടെ ഉത്തരം, സ്വർഗത്തിന് ദൈവം അയച്ച ഉത്തരത്തെ തടുത്ത് നിർത്തിയ ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗദൂതൻ മീഖായേൽ, നമുക്ക് പ്രധാന സ്വർഗദൂതൻ, പ്രധാന ദൂതനായ മീഖായേൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളമുള്ള സംഘട്ടനമായിരുന്നു മീഖായേലും സാത്താനി ശക്തികളും തമ്മിൽ, സാത്താനുമായിട്ട്. അതുപോലെ സെയിം വേ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, വളരെ വ്യക്തമായി ദൂതന്മാർ നമ്മുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ സേവകരായി വെച്ചിരിക്കുന്ന ദൂതഗണങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ സഹായിക്കുവാനായി ദൈവം അയക്കുന്ന, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാനായി നമ്മുടെ സന്ദേശങ്ങൾ നമുക്ക് നൽകുവാനായി ഗബ്രിയേൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പ്രാർത്ഥന മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ദൈവം അയക്കുന്ന ദൂതഗണങ്ങൾ, അവർ പോലും അവരുടെ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന, നമുക്ക് ദൈവം നൽകിയ സ്വന്തം കരം കൊണ്ട് ദൈവം സൃഷ്ടിച്ച ജനം അവരുടെ വാക്കുകൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ 10-ാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. എന്നാൽ ഈ ജനം എന്താണ് ചെയ്യുന്നത്? ദൈവജനം എന്ന് പറയുന്നു, എന്നാൽ അവർ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന നാവിനെ ദൈവഭയം വിട്ട് ദൈവത്തെ തുച്ഛീകരിക്കുന്ന, ദൈവത്തെ ദുഷിക്കുന്ന, ദൈവജനത്തെ ദുഷിക്കുന്നവർ ദൈവത്തെ ദുഷിക്കുന്നു. ദൈവത്തിൻ്റെ ഭക്തിയോട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അഭിഷിക്തരെ ദുഷിക്കുന്നവർ, അല്ലെങ്കിൽ അവർക്കെതിരായി സംസാരിക്കുന്നവർ, അവർ ദൈവത്തെയാണ് ദുഷിക്കുന്നതെന്ന് അറിയാതെ അവർ ദുഷിക്കുന്നു. ഇത് നമുക്കറിയാം, അവർ അറിഞ്ഞുകൊണ്ടാണ്. തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. യഥാർത്ഥമായി അറിയാത്ത കാര്യങ്ങളെ വിളിച്ചു പറഞ്ഞ് ദൂഷണം പറയുന്ന ഒരു കൂട്ടം ജനം, അവർ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. ഈ ജനം എങ്ങനെയാണ് തങ്ങളെ തന്നെ വഷളാക്കുന്നത്? അവർ എല്ലാം ദുഷിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും തങ്ങൾ അറിയാത്ത കാര്യങ്ങളെല്ലാം ദുഷിക്കുന്നു. അതുപോലെ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ, മൃഗങ്ങൾക്ക് പോലും ബുദ്ധിയുണ്ട്, എന്നാൽ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി
ഗ്രഹിക്കുന്നവയാൽ അവരെന്താണ് സ്വാഭാവികമായി ഗ്രഹിക്കുന്നത്? അവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. തങ്ങളെ തന്നെ എങ്ങനെ വഷളാക്കുന്നത്? മറ്റുള്ളവരെ ദുഷിക്കുന്നതിലൂടെ അവർ തങ്ങളെ തന്നെ വഷളാക്കുന്നു. അങ്ങനെ വഷളാക്കുന്നവർ സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധ്യതയില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർക്ക് അയ്യോ കഷ്ടം. അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും, കായീൻ്റെ വഴിയിൽ നടക്കുന്നത് എന്താ പറയാം, അവർ ദുഷിക്കുന്നവർ. കായീനും തൻ്റെ സ്വന്തം സഹോദരനെ എന്താ ചെയ്തത്? ദുഷിക്കുവാനിടയായി തീർന്നു. സ്വന്തം സഹോദരൻ്റെ നല്ല പ്രവൃത്തി, അല്ലെങ്കിൽ ഹാബേലിൻ്റെ നല്ല പ്രവൃത്തി. ഹാബേൽ ചെയ്ത പ്രവൃത്തി എന്താണ്? അവൻ ആദ്യ ഫലം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, ദൈവത്തിൻ്റെ നിയമപ്രകാരം നടക്കുന്നവൻ, വചനത്തിൻ്റെ നിയമപ്രകാരം നടക്കുന്നവൻ, വചനം പറയുന്നു അതുപോലെ ചെയ്യുന്ന കായീൻ്റെ ആ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെയധികം ദൈവഹിതപ്രകാരം ജീവിച്ച ഹാബേലിൻ്റെ വിരോധമായി അവൻ്റെ മൂത്ത സഹോദരനായ കായീൻ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അവൻ അയ്യോ കഷ്ടം. അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും, കായീൻ്റെ വഴിയിൽ നടന്നത് എന്താണ്? കായീൻ തൻ്റെ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു. അസൂയ കൊണ്ട്, തൻ്റെ അസൂയ കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ സഹോദരനിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ, അതായത് തൻ്റെ സ്വന്തം സഹോദരനിൽ ദൈവം പ്രസാദിച്ചത് അതുകൊണ്ട് പിടിക്കാതെ, അത് താല്പര്യപ്പെടാതെ സ്വന്തം സഹോദരന് വിരോധമായി അവൻ കൈ ഉയർത്തി അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം, അവനെ ദുഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതുകൊണ്ട്, അവനിൽ അസൂയപ്പെടുവാൻ ഇടയായി തീർന്നുകൊണ്ട്, അവനെ തകർക്കുവാൻ ഇടയായി തീർന്നുകൊണ്ട്, അവൻ്റെ നന്മയെ തകർക്കുവാൻ ഇടയായി തീരുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെയുള്ള അനേക കായിൻ്റെ വഴികൾ നടക്കുന്ന അനേക ജനങ്ങൾ ഇന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. അതുപോലെ കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും, കൂലി കൊതിച്ച്, പ്രവചനമുണ്ട്, ദർശനമുണ്ട്, സകലതുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമായി പറയുന്നു, ബാലാക്കിൻ്റെ ആ ശബ്ദത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ബാലാക്ക് പറഞ്ഞ ആ വാക്കിന് മുൻപിൽ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ തക്കവണ്ണം പോകുവാൻ ബിലയാം ഒരു തീരുമാനമെടുക്കുകയാണ്. എന്നാൽ ദൈവം അവനോട് നോ പറഞ്ഞു. ഓൾറെഡി ദൈവം പറഞ്ഞു നീ പോകരുത്. എന്നാൽ വീണ്ടും ബാലാക്കിൻ്റെ പ്രേരണ മുഖാന്തരം വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും പോകുവാനായി താനൊരു തീരുമാനമെടുത്ത് താൻ ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുമാനമായിരുന്നു. ദൈവം ഒരു പ്രാവശ്യം നമ്മോട് പറയുന്ന നോ പറയുന്ന കാര്യങ്ങൾ, ദൈവം നമ്മെ പറയുന്നു അത് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ബിലയാം ആദ്യം ചോദിച്ചപ്പോൾ ദൈവം പോകരുതെന്ന് പറഞ്ഞെങ്കിലും പിന്നത്തേതിലും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു നീ പൊക്കോ, പക്ഷേ ഇസ്രായേൽ ജനത്തെ നീ ശപിക്കരുത്. എന്നാൽ ദൈവം കൊടുത്ത വാക്കുകളുമായി അവൻ കടന്നു പോകുമ്പോൾ സ്വർഗദൂതൻ അവനെ വെട്ടിക്കൊല്ലുവാൻ തക്കവണ്ണം വഴിയെ നിൽക്കുന്നൊരു കാര്യം. എന്നാൽ അവൻ്റെ കഴുതിയാണ്. അതാണ് മൃഗങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്ന എല്ലാ മൃഗങ്ങളും ബുദ്ധിഹീനതയുള്ളതല്ല. എന്നാൽ ദൈവം ആ മൃഗത്തെ, ആ കഴുതയെ, ഒരു ബുദ്ധിഹീനതയെന്ന് നമുക്ക് ചിന്തിക്കുന്ന മൃഗത്തെ പോലും ദൈവം ആ കണ്ണുകളെ തുറന്ന്, അതിൻ്റെ ആത്മീയ കണ്ണുകളെ തുറന്ന് ആ വഴിയിൽ നിൽക്കുന്ന ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന സ്വർഗദൂതനെ കാണുവാൻ തക്കവണ്ണം ബിലയാമിൻ്റെ കഴുതയ്ക്ക് സാധിച്ചു. ബിലയാമിനു സാധിച്ചില്ല. ദർശനമുണ്ടെന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ എന്താ പറയുക, വഞ്ചനയിൽ നമുക്കറിയാൻ സാധിക്കുന്നു ബിലയാം എന്താ പറയുക, കൂലി കൊതിച്ച് വഞ്ചിക്കപ്പെട്ട് കൂലി കൊതിച്ചതുകൊണ്ട് അവൻ്റെ ആത്മീക കണ്ണുകൾ അടഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. അതുപോലെ അവൻ വഞ്ചനയിൽ കൂലി കൊതിച്ചതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ സ്വർഗത്തിൻ്റെ ദൂതൻ സംസാരിക്കുന്നത് ആ കഴുത കേൾക്കുവാൻ, അതുപോലെ സ്വർഗത്തിൻ്റെ ദൂതനെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ വഴി വിട്ട് വീണ്ടും അടി കൊടുത്തപ്പോൾ ആ കഴുത അവനെ ഭിത്തിയോട് ചേർത്ത് ഞെരുക്കി അവൻ്റെ അമർന്നു പോകുവാൻ ഇടയെത്തുന്നു. കാരണം സ്വർഗീയ ദൂതനിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കണം കഴുതയുടെ ഒരു ശ്രമം. എന്നാൽ അവൻ വീണ്ടും അടിച്ചപ്പോൾ വഴി വിട്ട് ആ കഴുത വയലിലേക്ക് ഇറങ്ങി താഴെ കിടക്കുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു കഴുതയ്ക്ക് പോലും അങ്ങനെ ഒരു എന്താ പറയുക കൊതിയില്ല. എന്നാൽ ഈ ബിലയാമിൽ നമുക്ക് കാണുവാൻ സാധിക്കും ശരീരം മരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ശരീരം ബലി കൊടുക്കുന്ന ഹാബേൽ തൻ്റെ ശരീരമാണ് ബലി കൊടുത്തത്. തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾ, അല്ലെങ്കിൽ ശാരീരിക മനുഷ്യനായിട്ടുള്ള ഒരു ആത്മീകനായി ഹാബേൽ ജീവിച്ചപ്പോൾ കായീൻ ഒരു ശാരീരിക മനുഷ്യനെ ആത്മീകനല്ലാതെ ജീവിച്ചു. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു ബിലയാമിൻ്റെ ജീവിതത്തിലും ഒരു പ്രവാചകനായിരുന്നു, ദർശനമുണ്ടായിരുന്നു, എന്നാൽ ശാരീരിക മനുഷ്യനായി ജീവിച്ചു, ഒരു ആത്മീകനായിട്ടല്ല ജീവിച്ചത്. അതുകൊണ്ട് വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയെത്തുന്നു. ഇതുപോലെ കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും നമുക്കറിയാം
നമുക്കറിയാം കോരഹിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. ഇസ്രായേൽ ജനം മിസ്രയീമിനെ വിട്ട് അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുത്ത ആ ദേശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു കോരഹിന്റെ മത്സരം, അതായത് ദൈവം വിളിച്ച മോശയെ വിളിച്ച വിളി, അഹരോനെ വിളിച്ച വിളി, ആ വിളിക്കെതിരായിട്ട് ശബ്ദമുയർത്തുവാൻ തക്കവണ്ണം നിങ്ങളെയോ ദൈവം, നിങ്ങൾ മാത്രമാണോ നേതൃത്വത്തിലുള്ളത് എന്നുള്ള ചോദ്യമായി അവർക്കുള്ള വിളിയും തിരഞ്ഞെടുപ്പിനും എതിരായി മത്സരിച്ചു നിന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഭൂമി പിളർന്ന് കോരഹിനെ, അതുപോലെ 250ഓളം പേര് അവർ നശിച്ചു പോയൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മത്സരം ദൈവം ആഗ്രഹിക്കുന്നില്ല, അതുപോലെ പണക്കൊതി ദൈവം ആഗ്രഹിക്കുന്നില്ല, അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അസൂയ ദൈവം ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ശാരീരികമായിട്ടുള്ള മോഹങ്ങൾ നമ്മുടെ എല്ലാം മരിച്ച് നാം ഒരു പുതുക്കത്തോടെ ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. ദൈവം പറയുന്നു, അങ്ങനെ അസൂയയോടെ ജീവിക്കുന്നവർ, പണക്കൊതിയുള്ളവർ, അല്ലെങ്കിൽ പണത്തിൻ്റെ പുറകാതെ ഓടി നടക്കുന്നവർ, അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ശാരീരികമായ മോഹങ്ങളിൽ, കാമാർത്തികളിൽ ജീവിക്കുന്നവർ, ദൈവമക്കളെന്ന് പറയുന്നവർ പോലും ഇങ്ങനെ ശരീരം ബലി കൊടുക്കാതെ, ശരീരം യാഗമായി അർപ്പിക്കാതെ, മനസ്സ് പുതുക്കാതെ, ശരീരം യാഗമായി അർപ്പിക്കാതെ, ഒരു ആത്മീക ആരാധനയായി തങ്ങളെ തന്നെ സമർപ്പിക്കാതിരിക്കുന്നത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാകുന്നു. നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞു ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘം കാണുമ്പോൾ, വളരെ ചൂടുള്ള സമയത്ത് വേനൽക്കാലത്ത് മേഘങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. എന്നാൽ വെള്ളമില്ലാതെ വെറും കാറ്റോടിക്കുന്ന മേഘങ്ങൾ നമുക്കൊരു സന്തോഷം നൽകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ശാരീരിക മോഹങ്ങളിലൂടെ അല്ലെങ്കിൽ സ്വയമായ ആഗ്രഹങ്ങളുമായി ഓടുന്നവർ ഇങ്ങനെയുള്ളവരാണ്. അതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നു, ഇല കൊഴിഞ്ഞും ഫലമില്ലാത്തതും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. 2 പ്രാവശ്യം ചത്തുപോയ, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇല്ലായ്മ ചെയ്തു പോയ, അല്ലെങ്കിൽ ചത്തുപോയ, അതുപോലെ ഇല കൊഴിഞ്ഞ് ഫലമില്ലാത്തത്, ഇല കൊഴിഞ്ഞ് ഫലമില്ല, 2 പ്രാവശ്യം ചത്തുപോയി വേര് മറ്റുപോയ വൃക്ഷങ്ങൾ എന്തിന് ഗുണമുണ്ട്? അത് നിഷ്ഫലമാണ്, അതൊരു ഉപയോഗശൂന്യമാണ്. അതുപോലെയാണ് പണത്തിൻ്റെ പുറകാലെ ഓടുന്നവർ, അതുപോലെ ബിലയാമിനെ പോലെ ഓടുന്നവർ, അതുപോലെ കോരഹിനെ പോലെ മത്സരിച്ച് ജീവിക്കുന്നവരെല്ലാം ഇതുപോലെയുള്ള ചത്തുപോയ ഫലമില്ലാത്ത, അല്ലെങ്കിൽ 2 പ്രാവശ്യം ചത്ത് വേരറ്റ് പോയ വൃക്ഷങ്ങൾക്ക് തുല്യമാണ്. അതുപോലെ ദൈവവചനത്തെ കാണുവാൻ സാധിക്കുന്നു ശാരീരിക മോഹങ്ങളിൽപ്പെട്ട് ഓടുന്നവരും ഇതുപോലെയുള്ള വേരറ്റ് ചത്തുപോയ ഫലമില്ലാത്ത വൃക്ഷങ്ങൾക്ക് തുല്യമെന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. നാം നമ്മെ തന്നെ പരിശോധിക്കുന്നുവെങ്കിൽ നാം ഏത് കാറ്റഗറിയിലാണ്? ശാരീരിക മനുഷ്യൻ്റെ കാറ്റഗറിയിലാണോ, അതോ നമ്മൾ ഒരു ആത്മീകൻ്റെ കാറ്റഗറിയിലാണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽ തിരകളാണ് ഇങ്ങനെയുള്ള ജീവിതങ്ങൾ. സ്വയമായി തങ്ങളുടെ ശരീരത്തിൻ്റെ അഭിലാഷകളെ ദൈവത്തിന് ബലി കൊടുക്കാതെ സ്വന്തം ഇഷ്ടം, അല്ലെങ്കിൽ സ്വന്തം വഷളായി സംസാരിക്കുന്നവർ, വഷളത്വത്തിൽ നടക്കുന്നവർ, അതുപോലെ ദോഷം നിരൂപിക്കുന്നവർ, ദോഷം സംസാരിക്കുന്നവർ. ഇവിടെ എഴുതിയിരിക്കുന്നു, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ഇങ്ങനെയുള്ളവർ എന്താ പറയുക? നക്ഷത്രങ്ങളാണ്. പക്ഷെ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നു പല കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. സദാകാലത്തേക്ക് എന്നേക്കുമായി അന്ധതമസ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അന്ധതമസ് സദാകാലത്ത് സൂക്ഷിച്ചിരിക്കുന്നത് അത് നിത്യനാശത്തിൽ പോകുന്നവരാണ്. വക്രതയുള്ള ഈ ലോകം വക്രതയുള്ളവരാണ്. എന്നാൽ വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ, ഒരു ശരിയായ നടപ്പില്ല, വക്രഗതിയാണ്, നടപ്പ് ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ നിത്യ നരകത്തിന് യോഗ്യരായി എന്ത് പ്രയോജനം? നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ജീവിതം നാം ദൈവത്തിൻ്റെ ഭക്തിയോടെ ഭയത്തോടെ ജീവിക്കുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? നാം മനുഷ്യർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറിച്ച് നാം ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല
സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണല്ലോ, ഇവിടെ ഒരു പ്രവചന ശബ്ദമാണ് ഇത്. കർത്താവ് നമ്മുടെ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഷേത്തിൻ്റെ വംശാവലിയിൽ പെട്ട ഹാനോക്കിൻ്റെ പ്രവചനം ഇതാ. കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ, യേശുക്രിസ്തു എല്ലാവരെയും വിധിപ്പാൻ വരുന്ന നാളാണ്. എല്ലാവരെയും വിധിപ്പാൻ, എല്ലാവർക്കും എല്ലാ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ട നാൾ വരുന്നു. എല്ലാവരെയും വിധിപ്പാൻ അവൻ വരുന്നു. അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തിവിരുദ്ധമായ അല്ലെങ്കിൽ അഭക്തിയോടെ ചെയ്ത സകല പ്രവൃത്തിക്കും ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ, യേശുക്രിസ്തുവിന് നേരെ പറഞ്ഞ, ഒരു ദൈവജനത്തിന് ക്രിസ്തുവേശുവിൻ്റെ ശിഷ്യത്വമുള്ള ഒരു വ്യക്തിക്കെതിരായി പറയുന്നത് യേശു ക്രിസ്തുവിനെതിരായി പറയുന്നുവെന്ന് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. കാരണം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ ശൗലിനെ കർത്താവായ യേശു ക്രിസ്തു എൻകൗണ്ടർ ഉണ്ടാകുന്ന സമയത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്നാണ് അവനോട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ അല്ല അവനെ ഉപദ്രവിച്ചത്, മറിച്ച് യേശുവിൻ്റെ ജനത്തെയാണ്, ശിഷ്യന്മാരെയാണ് ഉപദ്രവിച്ചത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനെതിരായി ദൂഷണം പറയുന്ന, സംസാരിക്കുന്ന, അവർക്കെതിരായി ചുവടുകൾ വയ്ക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു. അവരുടെ ഭക്തികെട്ട പ്രവൃത്തികൾക്ക് ദൈവം ന്യായവിധി കൊണ്ടുവരുന്ന ദിവസമുണ്ട്. ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും, ശബ്ദങ്ങൾ, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും, ദൈവജനത്തിനെതിരായി പറയുന്നത് സകലതും യേശുവിനെതിരായി പറയുന്ന നിഷ്ഠൂരമാണ്. നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. നമുക്കറിയാം യേശു ക്രിസ്തു വലിയ ന്യായവിധിക്കായി യേശുവിൻ്റെ വരവ് സകല ജനത്തെയും, ആദാം മുതൽ സകല ജനങ്ങളെയും ന്യായവിധിക്കുന്ന നാളുകൾ ഏറ്റവും ആസന്നമായിരിക്കുന്ന അവസാന സമയഘട്ടത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. അവർ പിറുപിറുപ്പുകാരും. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? അവർ പിറുപിറുക്കുകാർ. അവർക്കൊരു സന്തോഷമില്ല, എല്ലാത്തിനും പിറുപിറുത്തിരിക്കുന്ന അവസ്ഥ. തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി, എപ്പോഴും തങ്ങളുടെ ഗതി ഇതാണല്ലോ, ഞങ്ങളുടെ ഗതി എന്ന് പറഞ്ഞ് ആവലാതിപ്പെടുന്ന ജനം. ഇവർ സ്വർഗത്തിൽ പോകുവാനല്ല, നാം ആവലാതിപ്പെടുവാൻ വിളിക്കപ്പെട്ടവരല്ല, പിറുപിറുക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. ഞങ്ങളുടെ ഗതി ഇതാണല്ലോ എന്ന് പറഞ്ഞ ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർക്കാണ് പിറുപിറുപ്പും ആവലാതി പറച്ചിലും. പിറുപിറുപ്പും തങ്ങളുടെ ഗതിയെക്കുറിച്ചുള്ള ആവലാതി പറച്ചിലും സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നവരാണ്. അതുപോലെ അവരുടെ വായി വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ കടന്നു പോകാൻ സാധ്യമല്ല. മറ്റുള്ളവരെ കാര്യസാധ്യം കിട്ടുവാനായിട്ട് മുഖസ്തുതി പറയുകയും, അതുപോലെ അവർ വമ്പ് പറയുന്നവർ. അതുപോലെ ദൈവജനത്തെ കാണുവാൻ സാധിക്കുന്നു, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് അവർ പിറുപിറുക്കുകയും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആവലാതികളും പറഞ്ഞ് നടക്കുന്നവരാണ്. മറിച്ച് ദൈവത്തിന് നന്ദി കരാറ്റാതെ, ദൈവത്തിന് സ്തുതി കരയറ്റാതെ ദൈവജനത്തിന് വിരോധമായി സംസാരിക്കുന്ന അനേകരും കാണുവാൻ സാധിക്കും. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. നമുക്ക് ദൈവം പറയുന്നു നമ്മൾ അങ്ങനെ ആകരുത്, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ നമ്മളോട് പറഞ്ഞു തന്ന വാക്കുകൾ നമുക്ക് പല ലേഖനങ്ങളിലായി, സുവിശേഷങ്ങളിലായി, യേശു ക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിച്ച് യേശുവിൽ നിന്നും പഠിച്ച് യേശുവിനോടുകൂടെ സേവ ചെയ്ത, ദൈവ ശുശ്രൂഷ ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ച് അവർ മുൻ പറഞ്ഞ വാക്കുകളെ നാം ഓർത്തുകൊണ്ട് നാം ഇതുപോലെ ആവലാതിപ്പെടാതെ, പിറുപിറുക്കാതെ, ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതത്തെ വഷളാക്കാതെ, നാം നിത്യ നരകത്തിൽ പോകുവാൻ ഇടയാകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന്
അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു അന്ത്യകാലം, ഇത് അന്ത്യകാലമാണ്. ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, ഇന്ന് പരിഹസിക്കുന്ന അനേകരുണ്ട്. തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ലോകത്തിൻ്റെ അവസാനം, നോഹയുടെ സമയത്ത് ദൈവം ലോകത്തെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഭക്തികെട്ട് തങ്ങളുടെ മോഹങ്ങളെ അനുസരിച്ച് നടന്ന് പരിഹസിക്കുന്ന ഒരു ജനമുണ്ടായിരുന്നു. നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം വീണ്ടെടുത്ത ഒരു നീതിമാനായ വ്യക്തിയായിരുന്നു. എന്നാൽ അവൻ്റെ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു ആ സമയത്ത് ആ ലോകത്തിൻ്റെ അന്ത്യം, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ദൈവം ലോകത്തെ നശിപ്പിക്കുന്ന, പ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കുന്ന, ആ ഭക്തികെട്ടവരെ നശിപ്പിക്കുന്ന ഒരു അന്ത്യകാലമായിരുന്നു നോഹയുടെ സമയം. ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലയളവ് യേശു ക്രിസ്തു തീ കൊണ്ട് ഈ ഭൂമിയെ മൊത്തമായി നശിപ്പിച്ചു കളയുന്ന ഒരു അന്ത്യകാലത്ത് അതെന്തുകൊണ്ടാണ്? ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു. അതിപ്പോൾ ആയിരിക്കുന്നു, ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ളവർ ആയിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയെ ന്യായം വിധിക്കുവാൻ വരികയാണ്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, ജനത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ജനങ്ങൾ, ഈ ഐക്യതയല്ല മറിച്ച് ഭിന്നത, അവരുടെ സംസാരം കൊണ്ട് ജനത്തെ ഭിന്നിപ്പിക്കുന്ന, മറ്റുള്ളവരെ ഐക്യതയിൽ നിന്നും വേർപിരിക്കുന്നതായി ഭിന്നിപ്പിക്കുന്ന വഷളത്വമുള്ളവർ, അതുപോലെ പ്രാകൃതന്മാർ, അവർ ശാരീരിക അഭിലാഷത്തിന് കീഴ്പ്പെട്ട് പ്രാകൃതരെ, ആത്മീകരല്ല. ആത്മീയരെങ്കിൽ നമ്മുടെ ജീവിതം നമുക്കറിയാം, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നാം ദൈവവചന ധ്യാനത്തിനും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കും, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം, നമ്മുടെ ആത്മമണവാളിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നുള്ള വാഞ്ചയോടെ ജീവിക്കുന്നവരാണല്ലോ നാം. എന്നാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അവർ പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ദൈവാത്മാവിനെ വസിക്കുവാൻ ഒരു സ്ഥാനം വേണമെങ്കിൽ നമ്മുടെ ഈ ശരീരം ദൈവത്തിന് യഥാർത്ഥമായി ആലയമായി തീരണം. എന്നാലേ ആത്മാവ് നമ്മെ വസിക്കുവാൻ സാധ്യമുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വസിക്കുന്നുവെങ്കിൽ അവിടെ സ്തുതി, സ്തോത്രമുണ്ട്, സങ്കീർത്തനമുണ്ട്, ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന വാക്കുകളുണ്ട്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നാം ഒരു കൂട്ടം ഭക്തിയോടെ ജീവിക്കുമ്പോൾ ഒരു കൂട്ടം ഭക്തികെട്ടവരായി ജീവിക്കുന്നു. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമുക്കിവിടെ ഒന്നൊന്നായി കാണാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്നാൽ നമ്മുടെ ജീവിതത്തെ നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അതിവിശുദ്ധമാണ്. ഒരു അശുദ്ധിയോടെ നമുക്ക് ചില കാര്യങ്ങൾ വിശ്വസിക്കുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തു അതിവിശുദ്ധനായതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അതിവിശുദ്ധമാണ്. ആ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് ആത്മീക വർധന നാം വരുത്തുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നാം വർദ്ധിക്കുമ്പോൾ, അതിവിശുദ്ധ വിശ്വാസത്തിൽ നാം വർദ്ധിക്കുമ്പോൾ, അപ്പം പിശാചിൻ്റെ തീമുകളെ കെടുത്തുവാനുള്ള ഒരു വലിയ ശക്തി അവിശുദ്ധ വിശ്വാസത്തിനുണ്ടല്ലോ. അതിലൂടെ നമ്മുടെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, കാരണം നാം ക്രിസ്തുവിൻ്റെ ആലയമായിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിൽ ദൈവഹിതത്തിനായി പ്രാർത്ഥിച്ചും കൊണ്ട് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വരവാസനമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം ആത്മീക വർധന വരുത്തിക്കൊണ്ട് പരിശുദ്ധമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കരുണയ്ക്കായി നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട്, നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായി എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? വിശുദ്ധ വിശ്വാസത്തോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, വിശുദ്ധ വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് എത്ര ഭക്തിയോടെ നാം ജീവിച്ചാലാണ് ആ നിത്യജീവൻ നാം പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നത്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചും കൊണ്ട് നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം സൂക്ഷിക്കുവാൻ തക്ക വേണം. ക്രിസ്തു യേശു നമുക്ക് നൽകിയ ആദ്യ കൽപ്പനയാണല്ലോ, ആ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിച്ചും കൊണ്ട് നമ്മുടെ ഈ ആയുസ്സുമാരും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുക. നമുക്ക്
നമുക്കറിയാം വചനം അറിയാത്ത അനേകരുണ്ട്. ഞാനിവിടെ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ വചനമറിയാത്ത, യേശുവിനെ കുറിച്ച് അറിയാത്തവർ, സംശയിക്കുന്നവർ, അവരോട് നമുക്ക് കരുണ ചെയ്യുവാൻ, യേശുവിനെ കുറിച്ച് അറിയാത്തവർ, അല്ലെങ്കിൽ അല്പമായി യേശുവിനെ കുറിച്ച് കേട്ടവർ എന്നാൽ അത് സത്യമാണോ ഇല്ലയോ അവർക്ക് സംശയമാണ്, അങ്ങനെയുള്ളവരെ നാം അവരോട് കരുണ ചെയ്യുവാൻ, ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, തെറ്റിപ്പോയി നിത്യ നരകത്തിൻ്റെ തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകർ, നമുക്കവരെ രക്ഷിക്കാൻ, തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ. തീയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ തീയിൽ അങ്ങനെ കിടക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് നോക്കി നിൽക്കുകയല്ല, മറിച്ച് ഒരു വ്യക്തി തീയിൽ കിടക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ രക്ഷിക്കാനാണ് നമ്മുടെ ശ്രമം. ഇതുപോലെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മീക ജീവിതത്തിലൂടെ നാം കടന്നു പോകുന്ന വഴികളിൽ തീയിൽ കിടക്കുന്നവർ, പാപത്തിൽ കിടക്കുന്നവർ, നരകത്തിൻ്റെ അഗ്നിയിൽ പാപത്താൽ നരകത്തിൻ്റെ അഗ്നിയാൽ അവർ കത്തിജ്വലിക്കുകയാണ്. അവരെ പാപത്തിൽ നിന്നും വിടുവിച്ചാലേ അഗ്നി നരകത്തിൻ്റെ പിടിയിൽ നിന്നും, അല്ലെങ്കിൽ അഗ്നി നരകത്തിൻ്റെ ജ്വാലയിൽ നിന്നും അവർ വിടുവിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അവരെ ഏത് വിധേനൊന്ന് രക്ഷിച്ചെടുക്കുവാൻ, വലിച്ചെടുക്കുവാൻ എന്നൊക്കെ വേണം നമുക്ക് ഇടയായി തീരട്ടെ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. നമുക്ക് കാണാൻ സാധിക്കുന്നു, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും, പാപം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്ത്, ശരീരത്തിൽ പാപം ചെയ്ത് അതുപോലെ കറ പിടിച്ചിരിക്കുന്ന അങ്കികളാണ് അവരുടെ. എന്നാൽ നമുക്ക് യെശയ്യാ പ്രവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കറ പിടിച്ച അങ്കിയെ കഴുകി വെളുപ്പിക്കുവാൻ. നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് അങ്ങനെ ആ കറ പിടിച്ച അങ്കി പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് അങ്കിയെ പകച്ചുകൊണ്ട് ചിലരെ ഭയത്തോടെ കരുണ കാണിപ്പാൻ തക്ക വേണം, വളരെ ഭയത്തോടെ അവരെ നേടുവാൻ തക്ക വേണം. അവരുടെ ജീവിതം പാപത്തിലാണ്, തെറ്റിലാണ്, എന്നാൽ ഏത് വിധേനയും അവരെ രക്ഷിക്കുവാൻ തക്ക നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ജാഗ്രതയിലൂടെ, നമ്മൾ ഏത് വിധേനയും ദൈവത്തിലുള്ള ആ ബുദ്ധി പ്രാപിച്ചുകൊണ്ട്, പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്ക വേണം, അവരോട് കരുണ കാണിപ്പാൻ തക്ക വേണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവരെ വീണ്ടെടുക്കുവാൻ തക്ക വേണം. ദൈവം നമ്മെ ആക്കി വരിച്ചിരിക്കുന്നതായ ആ തിരഞ്ഞെടുപ്പ് നാം ഉറപ്പാക്കിക്കൊണ്ട് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, ഇതൊക്കെ ചെയ്യുമ്പോഴും നാം വീഴാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ, ക്രിസ്തുയേശുവിൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തി ഉള്ളവന്, നാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ, നാം അനേകം രക്ഷിക്കുമ്പോൾ തന്നെ നമ്മെ തന്നെ നാം സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ യേശു ശക്തനാണ്. ആ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും എപ്പോഴും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, നമുക്കറിയാം നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മെ വലിയ വിപത്തിൽ നിന്നും വിടുവിപ്പാൻ ശക്തനായവൻ, അവൻ എന്നേക്കും. ആമേൻ. അവൻ അധികാരമുള്ളവനാണ്, അവൻ സർവശക്തനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം ആ മഹിമാസന്നിധിയിൽ, കർത്താവിൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ, നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ കളങ്കം നമ്മിൽ വരാതെ വണ്ണം. കാരണം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം തൻ്റെ ജീവിതത്തിൽ യേശു കാണിച്ചൊരു നല്ല മാതൃക നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു കാണിച്ചെന്ന മാതൃക, യേശുവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകരെ തീയിൽ നിന്നും വലിച്ചെടുക്കുന്ന, പാപത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന, എന്നാൽ പാപം ഒരിക്കലും തൊടാതെ, കളങ്കം ഒരിക്കലും തൊടാതെ വേണം യേശു തന്നെ താൻ സൂക്ഷിക്കുവാൻ ഇടയെത്തുന്നു. അങ്ങനെയെങ്കിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ അനേക രക്ഷാനുഭവത്തിൽ കടന്നു വരുവാൻ തക്ക വേണം ഇടയെ തീരും. റീഖാനബ രഗതകല ഓറബന രഗതകല. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുയേശുവിനെ സമർപ്പിക്കുക, നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. അരബന രഗതകല ജനബന രഗതകല ഹംദന രഗതകല ജീതര രഗതകല റീഖാനബ രഗതകല ഹംദന രഗതകല അരബന രഗതകല. കർത്താവ് യേശുവേ, അങ്ങയുടെ പരിശുദ്ധ പാദപീഠത്തിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, യൂദായുടെ പുസ്തകത്തിൽ നിന്നും കർത്താവെ, ആമേൻ, കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളോട് സംസാരിച്ച ഓരോ കാര്യങ്ങൾക്കുമായി നന്ദി പറയുന്നു. കർത്താവ്, ഈ വചന ഭാഗങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, ആമേൻ, ഞങ്ങളുടെ ഹൃദയ പലകമേൽ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഭയത്തോടെ ഭക്തിയോടെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ഞങ്ങൾ
കർത്താവിന് വേണ്ടി അതേ പ്രയോജനമുള്ളവരായി ദൈവമേ ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ അനേകരെ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുവാൻ തക്കണം. ക്രിസ്തു യേശുവിനെ കുറിച്ച് അറിയാത്തവർ, ആമേൻ ദൈവമേ, സത്യത്തെ അറിയാത്തവർ, സത്യമാർഗത്തെ വരാത്ത അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളൊരു മുഖാന്തരമാക്കി തീരുവാൻ റീബസത്തുറാനക രഗതകല ജനബല രഗതകല റീഖാനബ രഗതകല പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ കർത്താവെ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുമാറാകണമേ. അരബന രഗതകല എല്ലാ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. അന്ത്യകാലത്ത് ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ഞങ്ങളുടെ ജീവിതം കർത്താവെ ആമേൻ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ തന്നെ വളരെ ഭയത്തോടെ കർത്താവെ ഹല്ലേലൂയ കളങ്കം ഞങ്ങളിൽ പറ്റാതെ ഞങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി കർത്താവെ സ്തുതിക്കുന്ന നിത്യജീവനായി ഹല്ലേലൂയ ആമേൻ തികഞ്ഞ ആത്മീക കർത്താവെ വർധന വരുത്തിക്കൊണ്ട് കർത്താവെ സ്തുതിക്കുന്നു. അനേകർക്ക് കർത്താവെ ആത്മീകത ആമേൻ കൊടുക്കുന്നതായ ആത്മീകമാ കർത്താവെ ശാരീരിക മനുഷ്യരെ ആത്മീകരാക്കി തീർക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കരം പിടിച്ച് ഉപയോഗിക്കുമാറാകണം. എല്ലാവരെയും സഹായിക്കണം, ബലപ്പെടുത്തണം. കർത്താവിൻ്റെ വരവിനായി എല്ലാവരെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിൽ അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ.